എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നൈറ്റ് സർവീസ് ബസ്സിൻ്റെ ഒരു ജേണി ചെയ്യാൻ പോവുകയാണ്. ഞാനാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഈ നൈറ്റ് സർവീസ് ജേണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് കണ്ട് കുറേ പേര് കോപ്പി അടിച്ച് കുറേ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷേ അവർക്കൊക്കെ നല്ല വ്യൂസും ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 4 മാസം ശേഷമാണ് ഇപ്പോൾ വീണ്ടും ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല. 4 മാസം മുന്നേ നമ്മൾ ഒരുപാട് സജീവമായിട്ട് നൈറ്റ് സർവീസ് ജേണി ചെയ്തിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം നമ്മൾ ചെയ്യൽ കുറച്ച് നിർത്തി. മാത്രമല്ല വ്യൂസ് കുറഞ്ഞു. 700-800 വ്യൂസ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്നാലും ഞാൻ വീഡിയോ ഇതിൽ മുടക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വ്യൂസ് തീരെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിർത്തി നമ്മൾ റിവ്യൂസിലേക്ക് കിടന്നു. ഞാൻ എൻ്റെ 3 ടൈപ്പ് കോണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ. ഒന്ന് ലോറി ലൈഫ്, ലോറിയിലുള്ള നമ്മൾ വണ്ടി ഓടിച്ച് ലോറിയിൽ മറ്റേ ആപ്പിളും ഫ്രൂട്ട്സൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നതൊക്കെ ഉള്ളൊരു വീഡിയോ, പിന്നെ റിവ്യൂസ് ചെയ്യും, പിന്നെ നൈറ്റ് സർവീസ് ചെയ്യണതാണ്. ഈ 3 കോണ്ടന്റ് നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ സജീവമാവുകയാണ് നൈറ്റ് സർവീസ് ബസ്സിൻ്റെ വീഡിയോസുമായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഹിനൂർ ട്രാവൽസിൻ്റെ റെഡ് ബസ് നോക്കി. റെഡ് ബസ്സാണ് വരണേ, ഇത് ബസ്സാണ് വരണേ എനിക്കറിയില്ല. റെഡ് ബസ്സിൽ പോകാൻ സാറ്റലൈറ്റ് കോച്ചാണ് അത് കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് കോഹിനൂരിലാണ് നമ്മുടെ യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. കോഹിനൂരിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മണിപ്പാലാണ്. മണിപ്പാലിൽ നിന്ന് തിരുവനന്തപുരം പോണ വണ്ടിയാണ്. നമ്മൾ തിരുവനന്തപുരം വരെ എത്തില്ല, അതിന് മുന്നേ ഇറങ്ങും. അപ്പോൾ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഇതാണ് മണിപ്പാൽ. മണിപ്പാൽ എന്ന് പറഞ്ഞാൽ കസ്തൂർബ മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കാണാം. ഇവിടെ ദക്ഷിത് ട്രാവൽസ്. ഞാനൊരു ഒരിക്കലും ഇവിടെ വന്നിട്ട് ഈ വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിൻ്റെ ഒരുപാട് ലൈറ്റും സൗണ്ടൊക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു, ടൂറിസ്റ്റ് ബസ്. UBC അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അത് സീറ്റർ കം സ്ലീപ്പർ വണ്ടിയാണ്. പിന്നെ അവിടെ കുറേ കോഹിനൂർ നമ്മുടെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഇപ്പോൾ സമയം 4:45 കേട്ടോ. ഭാഗത്തായിട്ട് ഓറഞ്ച്, ഭാരതിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഭാരതി നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ഭാരതി, ഓറഞ്ച്. അപ്പോൾ നമ്മൾ കുറച്ച് സട്ലജിൻ്റെ വണ്ടി തന്നെയാണ്. പക്ഷേ ഇത് മറ്റേ റെഡ് ബസ് അല്ല. റെഡ് ബസ് ആകുമ്പോൾ ഒന്നുകൂടി നന്നായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, കോഹിനൂർ ട്രാവൽസ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ യാത്ര ചെയ്യാൻ പോകണേ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്ക്. ഇതിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഇത് കോഹിനൂർ ട്രാവൽസ്. അധികം പേരും ഈ വണ്ടി അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരുത്തി ചെയ്യാൻ വിചാരിച്ചു. കല്ലടയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് എന്താണ്, മണിപ്പാലെന്ന് കല്ലടയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന് 4:45 സ്റ്റാർട്ട് ചെയ്യും. സട്ലജ് ബോഡിയാണ്. ഒരു റെഡ് ബസ് കൂടി ഉണ്ട്. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ് കോഹിനൂർ. സട്ലജിൻ്റെ ഒരു പഴയ ഇതിന് മുന്നുള്ള മോഡലാണ്. പുതിയ മോഡൽ ഇങ്ങനത്തെ രൂപമല്ലല്ലോ വരണത്. അപ്പോൾ എന്തായാലും ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോണത്. വണ്ടി സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ എടുത്തു. വേറെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇത് ഉടുപ്പിയിലേക്കൊക്കെ പോണ ഒരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും നമ്മളൊരു നൈറ്റ് സർവീസ് ബസ്സിൻ്റെ ഒരു ജേണി ചെയ്യാൻ പോവാണ്. കുറേ ആയി, 4 മാസത്തോളമായി നമ്മളതിങ്ങനെ വേണ്ടാതെ വെച്ചിട്ട്. പക്ഷേ അപ്പോൾ വേറൊന്നല്ല, നമുക്കത് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂസ് തീരെ കുറവ്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ. മണിപ്പാൽ ടൈഗർ സർക്കിൾ എന്ന് പറയും. പിന്നെ കസ്തൂർബ മെഡിക്കൽ കോളേജാണ് ആ കാണുന്നത്. ഇവിടെയാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. കോഹിനൂർ AC സ്ലീപ്പർ ബസ്. ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് മറ്റേ റെഡ് ബസ്സാണ്. അതാണെങ്കിൽ ഒന്നുകൂടിയും മജയായിരുന്നു. എന്തായാലും ഉള്ളതുകൊണ്ട് സംതൃപ്തി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളിലെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവരാണ് കേട്ടോ അന്നത്തെ സാരഥികൾ. ചേട്ടൻ്റെ പേരെന്താ? എവിടെ വീട്? ചേട്ടൻ മാത്രമാണ് ഇതിൽ? ഓക്കെ. അങ്ങനെ അപ്പോൾ അവിടെ വെച്ചിട്ട് ഇറങ്ങി മറ്റേ ചേട്ടൻ പിന്നെ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അഞ്ചിത്ത് കാഞ്ഞങ്ങാട്. ഓക്കെ. അപ്പോൾ അങ്ങനെ 3 പേരാണ് ഇതിൽ ക്യാബിൻ ക്രൂസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അപ്പോൾ ശരി, ഉള്ളിൽ കയറണം. അപ്പോൾ ഉള്ളിലേക്ക് കയറാം. ഞാൻ ആദ്യം ഇതെടുത്ത് വേറെ ഒന്നല്ല. അപ്പോൾ ഇത് വണ്ടി ഓടിക്കുമ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ശല്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ സമയം നമ്മൾ ഡ്രൈവറാണെന്നുള്ള കാര്യം നമുക്ക് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പറയാനും നോക്കില്ല. നമ്മളിതുപോലത്തെ വണ്ടിയൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ടാകാറ്. പക്ഷെ നമ്മൾ ഒരു ഡ്രൈവറെ എന്താ നമ്മളിങ്ങനെ പറയൊന്നുമില്ല. എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് പിക്കിൽ വന്നു തുടങ്ങിയിട്ടോ. നമ്മൾ നൈറ്റ് സർവീസ് ബേസിൻ്റെ വീഡിയോ ചെയ്യാതെ കുറച്ചൊരു പിക്കിൽ വന്നു തുടങ്ങി.
അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറിയപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കിൽ വരികയാണെങ്കിൽ എമർജൻസി എക്സിറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഗ്രീൻ കർട്ടൺ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇത് ഫുള്ളി സ്ലീപ്പർ ആട്ടോ. ഇത് 2 പേർക്ക് ഇവിടെ കിടക്കാം. പിന്നെ അതിൻ്റെ കർട്ടൻസ് ഒക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ കുഴപ്പമില്ല അല്ലേ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ എമർജൻസി ഒരു വെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സിംഗിൾ ഒരു ബെർത്താണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരാൾക്ക് ഇവിടെ കിടക്കാൻ പറ്റും, അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സട്ട്ലജിൻ്റെ ബോഡിയാണ്. നമ്മൾ സട്ട്ലജിൻ്റെ ബോഡിയിൽ യാത്ര ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് സട്ട്ലജിൻ്റെ ബോഡിയിൽ നമ്മൾ യാത്ര ചെയ്യണത്. പിന്നെ ഇൻറ്റീരിയർ ഈ അടിയിലൊക്കെ ഒരു മാറ്റ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡുകളൊക്കെ എന്താവും ക്രീം തീമിലാണല്ലോ വന്നേക്കണേ. ചില ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്ലൂ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അല്ല, ബ്ലൂ തന്നെയാണ് കേട്ടോ, എന്താ മനസ്സിലായില്ല. അപ്പം എന്തായാലും ഇവിടെ ക്രീമും ഇവിടെ ബ്ലൂ ഒക്കെ ആയിട്ടാണ് കേട്ടോ എൻ്റെ ഇത് എന്താ പറയുക കിടക്കകളൊക്കെ മാട്രസൊക്കെ പൊതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നന്നായിരിക്കുന്നുണ്ടല്ലേ. പിന്നെ ഫ്രണ്ടിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് നോക്കുക വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ TV അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു സ്പീക്കർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലഗേജ് ബോക്സ് വലുതൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ടൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഏസിയുടെ വെൻറ്റ് കാണാൻ സാധിക്കും. ഇത്രയ്ക്കുള്ളത് ഒരു ലൈറ്റ് ഉണ്ട്, അതിപ്പോൾ കത്തണില്ലല്ലോ, ലൈറ്റ് ഉണ്ട്. അത് ചിലപ്പോൾ അവിടെ ഡ്രൈവർ ഓപ്പറേറ്റഡ് ആവും. ഇവിടെ സുഖമായിട്ട് ആൾക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ 2 ഡബിൾ ബെർത്ത് ആയിട്ടുള്ള സംഭവം കിട്ടിയിട്ടുള്ളൂ. എന്തായാലും കുറച്ച് ദൂരം കിടന്നുറങ്ങാം അല്ലേ, കുറച്ച് ക്യാബിൻ റൈഡും ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. വണ്ടി ലൈറ്റ് ഇട്ടിട്ടില്ല, ലൈറ്റ് ഇട്ട് ഒന്നുകൂടി മഴയാവും. പിന്നെ പാസഞ്ചേഴ്സ് കനകട മുന്നേ നമ്മൾ എടുത്തായിരുന്നേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് നടക്കാനും നോക്കാനൊക്കെ പറ്റിയ ആൾക്കാർ കയറിയെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. എങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടോ? ഏസിയുടെ സാധാരണ ഫ്ലോറ് നമ്മുടെ സട്ട്ലജിൽ വന്നേക്കുന്ന ഈ ഒരു ഏരിയയിലാട്ടോ. സാധാരണ നടുക്ക് ഭാഗത്തല്ല ഫ്ലോർ വന്നേക്കുന്ന ഈ ഒരു ഭാഗത്ത് സൈഡിലേക്ക് ഏരിയയിലാണ്. പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് ഇപ്പോഴത്തെ ലൈറ്റ് ഇട്ടാലും അറിയുള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓവറോൾ നന്നായിട്ടുണ്ട് വണ്ടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ക്യാബിൻ റൈഡും കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ മണിപ്പാൽ വിട്ടു. ഇപ്പോൾ നമ്മുടെ ഉടുപ്പിയൊക്കെ തയ്യാറായിട്ടോ. ഇത് ലൈലൻ്റാണ്, BS4 വണ്ടിയാണ്. ഇന്റീരിയർ വരുന്നത് കോഹിന്നൂർ. കുറേ ഇതിൽ നമ്മൾ കോഹിന്നൂറിലൊന്ന് യാത്ര ചെയ്യണം വിചാരിക്കണം. ബസ്സാണെങ്കിൽ ഒന്നുകൂടിയും അടിപൊളിയാണ്. ബസ് മീൻസ് 2 കളറിൽ വണ്ടി ഉണ്ടായിരുന്നു അവരൊക്കെ. അപ്പോൾ അതിൽ
നമ്മൾ കാസർഗോഡൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു പാതയ്ക്ക് എത്തിയിട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ വീഡിയോ എടുക്കൽ നടന്നില്ല. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്, ഡിന്നർ ബ്രേക്കിനായിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം ഏതാണ്ട് 9 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളവിടുന്ന് മംഗലാപുരത്ത് അങ്ങോട്ട് പോന്നു. പിന്നെ വണ്ടിയിൽ യാത്രക്കാർ കയറലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ കൂടുതൽ വിഷയിലെടുക്കാതിരുന്നത്. അപ്പോൾ വണ്ടി ഡിന്നർ ബ്രേക്കിൽ നിർത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്താൽ പിന്നെ റോഡ് മഹാമോശം, അറിയാമല്ലോ, കണ്ണൂർ കോഴിക്കോട് ഏരിയയൊക്കെ മഹാമോശം റോഡ്. അപ്പോൾ കുറച്ച് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ക്യാബിൻ റൈഡൊക്കെ ചെയ്തിട്ട് പിന്നെ അവസാനിപ്പിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് റോഡ് കാണിച്ച് ശരിയാവില്ല. എന്നുവെച്ചാൽ മൊത്തം റോഡ് പണി നടക്കുകയാണ് അവിടെ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഈ സട്ട്ലജിൻ്റെ ഒരു ഫ്രണ്ടേജ് കണ്ട ഒരു പ്രത്യേക ഒരു ഡിസൈനല്ലേ. ഇപ്പോൾ ഇറങ്ങിയ സട്ട്ലജ് ഒരു ഒന്നുകൂടി ലുക്ക് ഉണ്ട് കേട്ടോ, അപ്പോഴത്തെ മോഡൽ. അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ ക്യാബിൻ റൈഡ് കൂടിയും ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഇദ്ദേഹമാണ് സ്ഥിരമായിട്ടതിലുള്ളത്. എന്താ പേര്? വീട്? അതെ, കയറി കയറുന്നുണ്ട്. കയറട്ടെ. രാജല്ലേ എല്ലാം ചേട്ടന്മാരും പോയില്ലേ?
അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. അപ്പോൾ വണ്ടി പോവാണ്. ഇപ്പം സമയം കറക്റ്റ് 3:30 മണിയാണ് കേട്ടോ തൃശ്ശൂർ വണ്ടി എത്തണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തൃശ്ശൂരിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. തൃശ്ശൂർ ചെയ്യുമ്പോൾ നല്ല മഴ എന്തായാലും. എന്തായാലും ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.